മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ലൂക്കാ അറിയിച്ചുള്ള കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 11-ഉം 12-ഉം മാത്രം. സെയിന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 13 verses 11 and 12. 18 വർഷമായ ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. ഈശോ അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെടുന്നു. ആ സ്ത്രീയെ കർത്താവ് സ്പർശനത്താൽ സുഖപ്പെടുത്തുക. ഒരിക്കലൊരു വീട് വിസിറ്റ് ചെന്നപ്പോൾ മകൻ ഒരമ്മച്ചിയെ കൈപിടിച്ച് മുറ്റത്തൂടെ നടത്തുകയാണ്. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ മകൻ വിശദീകരിച്ചു, അമ്മയ്ക്ക് ഷുഗറുണ്ട്, ഇടയ്ക്ക് നടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു, തന്നെത്താൻ നടക്കാൻ നിവൃത്തിയില്ല, പിന്നെ ഞാൻ പിടിച്ചു നടത്തുകയാണ്. സന്തോഷത്തോടെ അവരെ അഭിമുഖീകരിച്ച കാര്യം ഞാൻ ഓർക്കുകയാണ്. ഈ അവസരം നമ്മളെല്ലാം ചിന്തിക്കണം, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പ്രായമുള്ള വ്യക്തികളുണ്ടാവും. അവരെ നമ്മൾ എങ്ങനെ കരുതുന്നു? നമ്മുടെ ഭാഗത്തു നിന്നൊരു സ്പർശനം, സ്നേഹസ്പർശനം കൊടുക്കാൻ പറ്റുന്നു. ഒന്ന്, ആർദ്രതയോടെ സമീപിക്കാൻ പറ്റുന്നുണ്ട്. അതോ പലപ്പോഴും അവരുടെ പണി നോക്കേണ്ടവര് എന്നൊക്കെ കരുതി വിട്ടുകളയുകയാണ്. ആ സ്നേഹസ്പർശനത്തിന് വലിയൊരു സൗഖ്യത്തിന്റെ ശക്തിയുള്ളതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രായമുള്ള വ്യക്തികൾ, അപ്പനും അമ്മയും ആവാം, അങ്കിൾമാരാവാം, ആരാണെങ്കിലും അവർക്ക് സ്നേഹത്തിന്റെ ഒരു സ്പർശനം കൊടുത്ത് അവരെ സ്വന്തമാക്കാനുള്ള ഒരു മനോഭാവം നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് യഥാർത്ഥത്തിൽ സന്തോഷപ്രദമായി മാറും. എല്ലാവർക്കും കഴിയട്ടെന്ന് ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും.